സ്നേഹം സത്യമാണ്, പക്ഷേ ചില സമയങ്ങളിൽ പൊള്ളുമെന്ന് മാത്രം. കടന്നു പോകുന്ന വഴികളെല്ലാം ഓർത്തു വയ്ക്കുക. ചിലത് വീണ്ടും നടക്കാനുള്ളതാണ്, ചിലത് ഒരിക്കലും നടക്കാതിരിക്കാനും. പുറത്തു കാണിക്കുന്ന ചില ദേഷ്യങ്ങളുടെ കാരണം അകത്തു നിറയുന്ന ചില സങ്കടങ്ങളാണ്. കൈവശമുള്ളപ്പോൾ വിലമതിക്കാത്ത പലതും നഷ്ടപ്പെടും എന്നാവുമ്പോൾ നമ്മളൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. നഷ്ടങ്ങളിൽ മാത്രം തിരിച്ചറിവുണ്ടാകുന്ന മനുഷ്യൻ, ദൂരങ്ങളിൽ മാത്രം സ്നേഹത്തിൻ്റെ ആഴമറിയുന്ന മനുഷ്യൻ. നഷ്ടങ്ങളുടെ ചിറകിനടിയിൽ കിടക്കുമ്പോഴാണ് ഇഷ്ടങ്ങളുടെ ആകാശം കണ്ടെത്തുക. അതുവരെ കണ്ടെത്താത്ത പലതും അപ്പോൾ മാത്രമാണ് കാണുന്നത്. മനസ്സറിയുന്നവരുടെ സാന്നിധ്യമാണ് മുറിവുണക്കുന്ന ഏറ്റവും നല്ല ഔഷധം. ശത്രുവിൻ്റെ ചതി ക്ഷമിക്കാൻ കഴിയുന്നതാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ നിഴൽ പോലെ കൂടെ നടന്ന് സ്നേഹം നടിച്ച് ചതിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കരുത്. അവർ അത് അർഹിക്കുന്നില്ല. മനസ്സറിഞ്ഞു സ്നേഹിച്ച ഒരാളെ മരിക്കുവോളം വെറുക്കാൻ കഴിയില്ല. പകരമായി എത്തുന്നവരാരും പകരം വയ്ക്കപ്പെടുകയുമില്ല. ബന്ധങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവിക മരണമില്ല. മനുഷ്യൻ്റെ പിടിവാശിയും പെരുമാറ്റവും അഹംഭാവവുമൊക്കെയാണ് അതിനെ കൊല്ലുന്നത്. തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനും മറക്കാനും തയ്യാറായാൽ മാത്രമേ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. നല്ല കാര്യങ്ങൾക്ക് സമയമെടുക്കും. സുന്ദരമായി കാത്തിരിക്കുക. ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. തിരിച്ചടികളെ പരിണമിക്കുവാനും മെച്ചപ്പെടുത്തുവാനുമുള്ള പ്രചോദനമായി കാണുക. വീഴുന്നവന് മാത്രമേ വീണ്ടും വീഴാതിരിക്കാനുള്ള വിദ്യയെക്കുറിച്ച് ചിന്തിക്കുവാൻ തോന്നുകയുള്ളൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിർത്തി സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം കൂടുതൽ ശാന്തമായിത്തീരും. ആവശ്യത്തിലധികം ലഭിക്കുന്നതാണ് ഭാഗ്യം. എന്നിട്ടും കരയുന്നുവെങ്കിൽ അത് നിർഭാഗ്യം. ഉള്ളതിൽ സന്തോഷിച്ചാൽ സൗഭാഗ്യം. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കും തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും. 3 തരം ആളുകളുണ്ട്. പറഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ, പറയാതെ തന്നെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ, പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും അവസ്ഥ മനസ്സിലാക്കിയിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുന്ന ചില ആളുകളും. നിങ്ങളുടെ ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല.